കമോൺ എവരിബഡി, നമുക്ക് പേപ്പർ മൂൺ ഉണ്ടാക്കാം, അഥവാ കടലാസ് ചന്ദ്രൻ. ഇതിനായി നമ്മൾ ഫസ്റ്റ് സ്ക്വയർ ഷേപ്പിൽ ഒരു പേപ്പർ എടുക്കുക. ഏത് കളർ പേപ്പറും എടുക്കാം. ഞാനിപ്പോൾ യെല്ലോവാണ് എടുത്തത്. വേണമെങ്കിൽ പച്ച ഫ്ലൂറസിൽ വെച്ചൊക്കെ നൈസായിരിക്കും. അപ്പോൾ ഇതിൽ ഡയഗണലി ഒരു മടക്കുക. എന്നിട്ട് ഈ കാണുന്നത് പോലെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് രണ്ടറ്റത്തുനിന്നും മടക്കുക. അതിനുശേഷം ഇപ്പോൾ മടക്കുന്നത് പോലെ ടോപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സെൻറ്ററിലേക്ക് മടക്കി എടുക്കുക. കോർണറൊക്കെ കറക്റ്റാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ട് എൻഡ്സ് ഇതുപോലെ സെൻറ്ററിലേക്ക് ഇങ്ങനെ മടക്കി എടുക്കുക. പേപ്പർ നിവർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇതിനെ നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഡയമണ്ട് ഷേപ്പാണ് കിട്ടുക. ഇതിനെ നമ്മൾ ഈ എൻഡ്സിലേക്ക് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇനി മടക്കുക. മടക്കൽ തന്നെ ഫുള്ള്. ഇനി അതിനെ നിവർത്തിയിട്ട് സെൻറ്ററിലേക്ക് ഒരെണ്ണെന്ന് വീണ്ടും മടക്കുക. ഇതിങ്ങനെ മടക്കിയിട്ട് ടോപ്പിൽ നിന്ന് സെൻറ്ററിലേക്ക് മടക്കുക. അപ്പോൾ ഒരു ജെഡ് പോലത്തെ സാധനം കിട്ടി. ഇതിനെ നിവർത്തിയാൽ ഇങ്ങനെ കുറേ ലൈൻസ് കാണാം. സെയിം പ്രൊസീജിയർ ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടേക്ക് മടക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് ഫുള്ളും മടക്കൽ തന്നെയാണല്ലോ. അതെ, മടക്കൽ തന്നെയാണ്, വേറൊന്നുമില്ല. ഉള്ളി മടക്കൽ. നേരത്തെ ചെയ്ത പോലെ സെയിം ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇൻസൈഡിലേക്ക് നമ്മൾ താഴെ നിന്ന് മടക്കുക. സെയിം സാധനം ടോപ്പിൽ നിന്ന് താഴേക്ക് വീണ്ടും മടക്കുക. പ്രൊസീജിയർ റിപ്പീറ്റ്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഡയമണ്ട് പോലത്തെ ഒരു ഫോൾഡ് കിട്ടും കംപ്ലീറ്റ്. ഇനി നമ്മൾ വീണ്ടും മടക്കുക. ഉൾട്ട, അതായത് ബാക്കിൽ നിന്ന് സെൻറ്ററിലേക്ക് ഇങ്ങനെ മടക്കി എടുക്കുക. അങ്ങനെ ഓരോ ലൈൻസും ഇങ്ങനെ ഓരോ കോർണറിലേക്ക് ആക്കിയിട്ടാണ് മടക്കാൻ. ഇങ്ങനെ കിട്ടുന്ന ഓരോ മടക്കും ഏകദേശമൊക്കെ പാരലലി കിട്ടാൻ ശ്രദ്ധിക്കുക. 100% കിട്ടില്ലെങ്കിലും നമ്മളല്ലേ ഏകദേശം ഒപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതാ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേർട്ടിക്കലി നമുക്ക് ലൈൻസ് കിട്ടിയത് കാണാം, അതായത് മടക്ക്. ഇനി വീണ്ടും സെയിം സാധനം ഇങ്ങേണ്ടെന്ന് അങ്ങേണ്ടിലേക്ക് കോർണർ വെച്ചിട്ട് ഇങ്ങനെ മടക്കി എടുക്കുക. ഇതെല്ലാം ചെയ്ത് വരുമ്പം ചന്ദ്രനുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ തളരരുത്, ആയി വരും. ബന്ധമൊക്കെ ഉണ്ട്, നമ്മൾ ബന്ധമാക്കില്ലേ. ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് മടക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു പരിവായി കിട്ടും. ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ ഇനി ആവില്ലേന്ന് വെച്ചിട്ട് ഒന്ന് ഓൾറെഡി മടക്കി നോക്കിയതാണ്. അപ്പോൾ കിട്ടുന്നുണ്ട് ഗൈസ്. ഇനി ഈ സെൻറ്ററിൽ ഈ ഒരു ലൈനിലേക്ക് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഈ സെൻറ്ററിൽ വരുന്നതെല്ലാം ഉള്ളിലേക്ക് ആണ് പോകേണ്ടത്. ബാക്കി എഡ്ജ് വരുന്നത് മുകളിലേക്കും. ഇതിനെ ആകെ കൂടെ ആവേശം കയറി മൂത്ത് ഒരു അമർത്തരുത്, അത് ചമ്മന്തിയാവും. ഈ സെയിം സംഭവം റിപ്പീറ്റാണ് ചെയ്യേണ്ടത്. മിഡിലിൽ വരുന്നത് ഉള്ളിലേക്കാക്കി മടക്കി എടുക്കുക. ഇങ്ങനെ മെല്ലെ അമർത്തി വരുമ്പോൾ തല വരുന്നത് കണ്ട ചന്ദ്രൻ്റെ. അത് കഴിഞ്ഞാൽ മെല്ലെ ഈ മിഡിലെത്തത് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ അമർത്തി അപ്പം എഡ്ജസൊക്കെ നമുക്ക് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ സാധനം എല്ലാം മിഡിലേക്ക് എടുക്കുക. ഇനി ബോട്ടം നിന്ന് ചെയ്ത് വരാം. ഇങ്ങനെ ചെയ്യലും ഇങ്ങനെ വീണ്ടും ചെയ്യുക. ഈ മിഡിലെത്തത് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ. അപ്പം എല്ലാ എഡ്ജസിൻ്റെ കോർണറും ഒരുമിച്ച് ഇങ്ങനെ കിട്ടും. എടാ, അങ്ങനെ നമ്മുടെ പേപ്പർ മൂൺ ആയിരിക്കുന്നു. ഇതിന് ഇനി നമുക്ക് മിനുക്ക് പണിയുള്ളത് ഇങ്ങനെ നിർത്താൻ നോക്കുക. നിന്നു, പക്ഷെ ഇത് നിൽക്കാൻ നമ്മൾ വെയിറ്റുള്ള എന്തെങ്കിലും ഇടണം. നമ്മളിപ്പോൾ സ്ക്രൂ ഇട്ടിട്ടുണ്ട് ഗൈസ്. സ്ക്രൂവിനെ ആരും കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് വെക്കുക. ഇതിന് ഡെക്കറേഷന് സ്റ്റാർസ് നമുക്ക് കൊടുക്കാം. സ്റ്റാർസ് എന്തിനാന്ന് വെച്ചാൽ ഈ സ്ക്രൂ മറക്കണമല്ലോ. അത് നമ്മൾ ഫെവിക്കോൾ വെച്ച് കുറച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. തേച്ച് മെനിക്ക് അതിൻ്റെ മണ്ടയിലേക്ക് കൊണ്ടുപോയി മെല്ലെ വെച്ച് കൊടുക്കുക. സ്ക്രൂവിനെ കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം സ്ക്രൂ എന്തിനാ വെക്കുന്നത് വെച്ചാൽ അറിയാലോ, ഒരു വെയിറ്റ് വേണം അതിന് നിൽക്കാൻ. അല്ലെങ്കിൽ പേപ്പറല്ലേ, പറന്നു പോകുമല്ലോ. അങ്ങനെ 3 സ്റ്റാർസ് നമ്മൾ ആക്കിയിട്ടുണ്ട്. 3 ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. കൂടുതൽ വെക്കണമെങ്കിൽ ആകെ മൊത്തം 3 സ്റ്റാർ വെച്ച് കവർ ചെയ്യരുത്. ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഇതിവിടെ വെക്കാം.